إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥോചിതം അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ കീഴൊതുങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം എന്ന മതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവിർഭാവ കാലം മുതൽ തന്നെ ഒട്ടനേകം വെല്ലുവിളികളും ആരോപണങ്ങളും നിറഞ്ഞതായിരുന്നു അതിൻ്റെ തുടക്കം മുതലുള്ള കാലഘട്ടം. ഇന്നും അതിന് യാതൊരു കുറവുമില്ല. ഇസ്ലാമിനെ ഏതെല്ലാം നിലയ്ക്ക് കരിവാരി തേക്കുവാനും അതിനെ മോശമായി ചിത്രീകരിക്കുവാനും കഴിയുമോ അതെല്ലാം കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം വിരോധികൾ അല്ലെങ്കിൽ മതവിരോധികൾ. പണ്ട് അത് ചെയ്തിരുന്നത് ഫിർഔനും അതുപോലെ നമ്രൂദും അല്ലെങ്കിൽ അബൂജഹലും ഒക്കെ ആയിരുന്നുവെങ്കിൽ, അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നുവെങ്കിൽ, ഇന്ന് അത് എത്തി നിൽക്കുന്നത് മതവിരോധികളായ, നിരീശ്വരവാദികളായ, യുക്തിവാദികളായ, എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാടധികം ആളുകളിലേക്കാണ്. ഇസ്ലാമിനെ എങ്ങനെയെല്ലാം കളവ് പ്രചരിപ്പിച്ചുകൊണ്ടും ഇസ്ലാമേതരമായ സന്ദേശങ്ങളെ ഉയർത്തിക്കാട്ടി ഇസ്ലാമിന് യാതൊരു അടിത്തറയും ഇല്ലാത്ത ഇസ്ലാം യാതൊരു നിലയ്ക്കും മുന്നോട്ട് വയ്ക്കാത്ത ആശയങ്ങൾ ഇസ്ലാമിൻ്റെ മേലിൽ കെട്ടിവെക്കുന്ന ഒരു സമ്പ്രദായം വളരെ ബോധപൂർവമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ഭൂമിയെ 2 തവണ വലം വയ്ക്കുമെന്ന് പറയാറുണ്ട്. ആ രൂപത്തിൽ നുണകളും അർദ്ധസത്യങ്ങളുമായി ഇസ്ലാമിനെ കരിവാരി തേക്കുന്ന ഒരു ശ്രമം ഇന്നും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ ഖുർആനെയും ഈ ദീൻ പ്രബോധനം ചെയ്യുന്ന ആളുകളെയും ഒക്കെ വളരെ ബോധപൂർവ്വം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ശ്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു പ്രവാഹം, അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്നത് ഇന്നും നമുക്കറിയാം. വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഏത് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഉത്തരം ഇസ്ലാമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ഇന്നും അതിന്റെ വളർച്ച അതിവേഗം അനുസ്യൂതം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആരോപണങ്ങളും കെട്ടുകഥകളും കള്ളക്കഥകളും ഇസ്ലാമിനെതിരെ മെനഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇസ്ലാം ഈ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള കാരണം എന്തെന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ പ്രമാണങ്ങൾ തന്നെയാണ് ഇസ്ലാമിനെ വ്യത്യസ്തമാക്കുന്നത്. ഇസ്ലാമിനെതിരെയുള്ള എന്ത് വെല്ലുവിളികളും ആരോപണങ്ങളും ഉണ്ടെങ്കിലും അതിനെയെല്ലാം പ്രമാണങ്ങൾ കൊണ്ടാണ് ഇസ്ലാം നേരിട്ടിട്ടുള്ളത്. അല്ലാതെ സായുധമായോ ഒരുപാട് അംഗബലം ഉണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല ഇസ്ലാമിന്റെ വിജയം ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുമാണ് നമ്മുടെ എല്ലാം ആയുധം എന്നുള്ളത്. പരിശുദ്ധ ഖുർആനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ അത് നൂറ്റാണ്ടുകളെ ഭേദിച്ച ഗ്രന്ഥമാണ്. ഓരോ കാലത്തിനും ആവശ്യമായ എല്ലാം അതിലുണ്ട് എന്ന് നമുക്ക് ഏവർക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ്. വിമർശനങ്ങളെ പുഞ്ചിരി കൊണ്ട് നേരിട്ട ഒന്നാണ് ഇസ്ലാമും ഈ ഖുർആനും എന്നത്. വെല്ലുവിളികളെ അതിജയിച്ച, ഹൃദയങ്ങളോട് സംവദിച്ചുകൊണ്ടേയിരിക്കുന്ന, തലമുറകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ആശയം ഇത് അന്ത്യനാൾ വരെ സംരക്ഷിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനമാണ്. അതുകൊണ്ട് അതിന്റെ ഭാഗമാകുവാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനാകുന്ന ഈ വലിയ അമാനുഷികമായ ഈ ദൃഷ്ടാന്തം കൊണ്ട് നമുക്കും സംവദിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ അതിന്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പല രൂപത്തിലാണ്. ഡയറക്റ്റ് ആയിക്കൊണ്ടൊരു കാര്യം പറയണമെങ്കിൽ ഖുർആൻ ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാൻ പല ഉപമകളും ഇസ്ലാം സ്വീകരിക്കാറുണ്ട്, പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഉപമയെ കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഖുർആൻ അതിന്റെ ഉദാഹരണങ്ങളെ മനുഷ്യർക്ക് വിവക്ഷിച്ചു തരുന്നത് അതിന്റെ ശൈലിയിലൂടെ, അതിന്റെ അർത്ഥത്തെയും ആശയത്തെയും ഒക്കെ മനുഷ്യർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്ന രൂപത്തിലാണ് അതിന്റെ ഉദാഹരണങ്ങൾ എപ്പോഴും കൊണ്ടുവരാറുള്ളത്. അത് പലപ്പോഴും അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഭൂമിയിലെ ഏറ്റവും നിസ്സാരമെന്ന് നമ്മൾ കാണുന്ന ചില വസ്തുക്കൾ എടുത്തുകൊണ്ടും അതുപോലെ തന്നെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയധികം ശക്തമായ ഒരുപാട് ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ടുമൊക്കെ മനുഷ്യർക്ക് ഏറ്റവും എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് ഖുർആനിന്റെ ഓരോ അഭിസംബോധനയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണങ്ങളുടെ ബോധ്യപ്പെടുത്തുക എന്നത് ഖുർആന്റെ ഒരു ശൈലിയാണ്. 40-ലധികം അത്തരം ഉദാഹരണങ്ങൾ, ഉപമകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് മനുഷ്യർ ചിന്തിക്കുവാൻ വേണ്ടിയാണെന്നും അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടിയാണെന്നും പല ആവർത്തി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി, നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഈ ഉപമകളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഹൃദയത്തിലേക്ക് ഒരുപക്ഷെ ഒരു ഉപമയോട് കൂടി പറയുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങാൻ അത് കാരണമായേക്കാം. അല്ലെങ്കിൽ ഒരു ശക്തമായ ഒരു ഉപദേശം നൽകുവാൻ ഒരു ഉപമയ്ക്ക് സാധിച്ചേക്കാം. അല്ലെങ്കിൽ മനുഷ്യർക്ക് പലപ്പോഴും മനസ്സിലാവാത്ത വിഷയങ്ങളെ ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രൂപത്തിൽ നിങ്ങളുമായി ഏറ്റവും അടുത്ത വസ്തുക്കളെ ഉപമിച്ചുകൊണ്ട് പറയുമ്പോൾ അത് ഏറ്റവും ലളിതമായി മനസ്സിലാക്കുവാൻ ഉപമ കൊണ്ട് സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളെ തൊട്ടുണർത്താൻ അത്തരം ഉപമകൾ കൊണ്ട് സാധിക്കാറുണ്ട്. മൃഗങ്ങളെ കൊണ്ട് ഖുർആൻ ഉപമ കാണിക്കാറുണ്ട്, ജന്തുക്കളെ കൊണ്ട് പറയാറുണ്ട്, പക്ഷികളെ കൊണ്ട് പറയാറുണ്ട്, സസ്യങ്ങളെ തൊട്ടും മൃഗങ്ങളെ തൊട്ടും ജന്തുജാലങ്ങളെ തൊട്ടും ഒക്കെ ഖുർആൻ ഉപമകളെ കാണിച്ചു തരാറുണ്ട്. ഇതുപോലെ തന്നെ തീയെ കൊണ്ടും മഴയെ കൊണ്ടും കാറ്റിനെ കൊണ്ടും ഒക്കെ ഖുർആനിൽ ഉപമകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യരുമായി ബന്ധമുള്ള പല സംഗതികളെയും ഖുർആൻ ഉപമകളായി എടുത്ത് കാണിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ഉപമകൾ വന്ന സമയത്ത് കപടവിശ്വാസികളായ മുനാഫിക്കുകളായ ആളുകൾ പറഞ്ഞിരുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. മഴയെ കൊണ്ടും കാറ്റിനെ കൊണ്ടുമൊക്കെ ഉപമ പറയുക എന്നത് അത് അല്ലാഹുവിന് ചേർന്നതാണ്. കാരണം മഴയൊക്കെ കുറച്ചുകൂടി വലിയ സംഗതികളാണല്ലോ. എന്നാൽ അതിനേക്കാൾ ഏറെ താഴ്ന്നിട്ടുള്ള ഈച്ചയെ കൊണ്ടും കൊതുകിനെ കൊണ്ടും എട്ടുകാലയെ കൊണ്ടുമൊക്കെ ഉപമ പറയുക എന്നത് അതൊരിക്കലും ഖുർആനിന് ചേർന്നതല്ല. ഖുർആന്റെ ഒരു അന്തസ്സിനെ ബാധിക്കുന്ന ഒന്നാണ് അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് ഉപമ പറയുക എന്നത് എന്ന ഒരു ആരോപണം അന്നത്തെ കാലത്തുള്ള കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണത്തിന് മുനയൊടിക്കുന്ന ഒരു ആയത്തും ഖുർആൻ കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ലാ യസ്തഹി അയ്യദ്രിബ മസലൻ മാ ബഉദതൻ ഫമാ ഫൗഖഹാ. അല്ലാഹുവിന് ഒരു ലജ്ജയുമില്ല. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വലിയ വലിയ ഉപമകളാണ് നിങ്ങൾക്ക് സാധിക്കുക, അല്ലെങ്കിൽ ബാക്കിയെല്ലാം ചെറുതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുവിന് ചേരാത്തതാണ്, അത് അള്ളാഹുവിന് നിരക്കാത്തതാണ്, അള്ളാഹുവിന്റെ അന്തസ്സിന് ചേരാത്തതാണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എത്ര ചെറിയ ഉപമയായിക്കോട്ടെ അത് പറയുന്നതിൽ അള്ളാഹുവിന് ഒരു ലജ്ജയുമില്ല എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുകയാണ്. ലാ യസ്തഹി അയ്യദ്രിബ മസലൻ മാ ബഉദതൻ ഫമാ ഫൗഖഹാ. ഒരു കൊതുകാവട്ടെ, അതിനേക്കാൾ മീതെയുള്ളതാവട്ടെ, അതിനെ കൊണ്ട് ഉപമ പറയുക എന്നത് ഖുർആനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിലയ്ക്കുള്ള ലജ്ജയുമില്ലാത്ത കാര്യമാണ്. കാരണം അതിലൂടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പറയുന്നത് പോലെ നിസ്സാരമായ ഒരു കാര്യത്തെ പോലും അള്ളാഹു എടുത്തുകൊണ്ട് പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഉപമയിലെ സാദൃശ്യ ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് അതിന് പിന്നിലുള്ള ആശയം എന്ന് ആലോചിക്കുവാൻ വേണ്ടിയാണ് അത്തരം ഉപമകൾ പറയുന്നത്. ഇത് സത്യവിശ്വാസികൾക്ക് മനസ്സിലാവും. എന്നാൽ നിങ്ങൾ ഇതും പലപ്പോഴും ഒരു പരിഹാസത്തിന്റെ രൂപത്തിൽ, കൊതുകാണത്രേ,
എട്ടുകാലിയാണത്രേ എന്നെല്ലാം പറയുന്ന രൂപത്തിലേക്ക് നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഖുർആനിൽ ഇത്തരം ഉപമകൾ നമുക്ക് ഏവർക്കും ഒന്നുകൂടി ഇരുന്ന് ആലോചിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അത്തരം ഉപമകളിൽ ഏറെ ശ്രദ്ധേയമായ ഇന്നും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപമയാണ് എട്ടുകാലിയുടേത്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ എട്ടുകാലിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. സൂറത്തുൽ അങ്കബൂത്ത് 29-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അങ്കബൂത്ത്. അങ്കബൂത്ത് എന്നാൽ എട്ടുകാലി അല്ലെങ്കിൽ ചിലന്തി എന്നാണ് അതിന്റെ അർത്ഥം. അങ്കബൂത്ത് എന്നതിന് പലപ്പോഴും പെൺ എട്ടുകാലി എന്ന് അർത്ഥം പറയാറുണ്ട്. ആണെട്ടുകാലിക്ക് മറ്റൊരു വാക്കാണ് അറബിയിൽ പറയുക. പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കണം, നിസ്സാരം എന്ന് നമ്മൾ പോലും കരുതുന്ന, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പലപ്പോഴും തട്ടിക്കളയുന്ന ഒന്നാണ് എട്ടുകാലിയും അതിന്റെ വലയും അതിന്റെ ചിലന്തി വല എന്ന് പറയുന്ന സംഗതിയൊക്കെ. മാറാല തൂട്ടിക്കൊണ്ട് നമ്മൾ പലപ്പോഴും ഓരോ മുക്കിലും മൂലയിൽ നമ്മൾ കാണുന്ന ഈ എട്ടുകാലിയുടെ വല, നമ്മൾ പോലും നിസ്സാരമായി കാണുന്ന ആ എട്ടുകാലിയെയും അതിന്റെ വലയാകുന്ന അതിന്റെ വീടിനെയും ഖുർആൻ ഒരു ഉപമയായിക്കൊണ്ട് പറയുന്നു എന്നത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നും ആ വിഷയത്തിൽ പല ഗവേഷണങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഖുർആൻ എട്ടുകാലിയെ കൊണ്ട് ഒരു സംഗതി ഉപമ ചെയ്ത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇവിടെ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂതി ഇത്തഖദത് ബൈതാ വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത് ലൗ കാനൂ യഅമലൂൻ. മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, എന്തിനെയാണ് അല്ലാഹു ഈ രൂപത്തിൽ എട്ടുകാലിയോട് ഉപമിച്ചിട്ടുള്ളത്? അള്ളാഹുവിന് പുറമെ മറ്റു ഔലിയാക്കളെ, മറ്റു രക്ഷാധികാരികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെയാണ് അള്ളാഹു എട്ടുകാലിയോട് ഉപമിച്ചിട്ടുള്ളത്. അത്തരം ആളുകളെ എട്ടുകാലിയോട് ഉപമിച്ചിട്ടുള്ളതിന് ശേഷം പറയുന്നത് കമസലിൽ അൻകബൂതി ഇത്തഖദത് ബൈതാ, അത്തരം ആളുകൾ അവർ എട്ടുകാലിയെ പോലെയാണ്. ഇത്തഖദത് ബൈതാ, ആ എട്ടുകാലി ഒരു വീടുണ്ടാക്കി. ഖുർആൻ പറയുകയാണ് പിന്നീട് വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്, വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് എന്നത് അത് എട്ടുകാലിയുടെ വീടാണെന്നുള്ളതാണ്. നമ്മൾ കാണാറുള്ള നമ്മുടെ മുക്കിലും മൂലയിലും ഒക്കെ ഉള്ള ഈ എട്ടുകാലിയുടെ വീടുകളിൽ വെച്ച് സൃഷ്ടികൾ ഉണ്ടാക്കുന്ന, ജന്തുക്കൾ ഉണ്ടാക്കുന്ന വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ, ഏറ്റവും വീക്കായിട്ടുള്ള വീട് എന്നത് എട്ടുകാലിയുടെ വീടാണെന്നുള്ളതാണ്. എന്നിട്ട് ഈ ഖുർആൻ ഈ ഉദാഹരണം ഉപമയായി കാണിക്കുന്നത് അള്ളാഹുവിന് പുറമെ മറ്റ് ആരാധ്യ വസ്തുക്കളെ, മറ്റു രക്ഷാധികാരികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോടാണ്. ഇതിലൊരു സാദൃശ്യം നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പോലും നിസ്സാരമായി കാണുന്ന ഈ എട്ടുകാലിയോട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഉപമ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളോടാണ്. ശിർക്ക് ചെയ്യുക എന്നതാണ് ഈ എട്ടുകാലിയോടും, ശിർക്ക് ചെയ്യുന്ന കർമ്മത്തെ എട്ടുകാലിയുടെ വീടിനോടും ഉപമിക്കുക എന്നതാണ് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാം അറിയേണ്ട ചില വസ്തുതകൾ. എട്ടുകാലിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്തുകൊണ്ടായിരിക്കാം വളരെ നിസ്സാരമായി ഒരുപാട് സൃഷ്ടികൾ ഉണ്ടായിരിക്കെ എട്ടുകാലിയെ തന്നെ എടുത്ത് ഉപമിക്കാനുള്ള കാരണം? 40,000-ഓളം വ്യത്യസ്ത വർഗ്ഗങ്ങളാണ് എട്ടുകാലിക്കുള്ളത്. അത്തരത്തിൽ വിപുലമായി കിടക്കുന്ന വിഷമുള്ളതും വിഷമില്ലാത്തതുമായ, ഇത് നമ്മൾ കാണുന്ന നമ്മുടെ അടുത്തുള്ള എട്ടുകാലികളൊക്കെ ഭൂരിഭാഗവും വിഷമില്ലാത്തതാണ്. വിഷമുള്ളതുമായ എട്ടുകാലികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അരാക്നിഡ എന്ന സ്പീഷീസിനാണ് വരിക. ഈ എട്ടുകാലികൾ സ്വയം വല വിരിച്ചാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ഇരയെ കണ്ടെത്താൻ ഈ എട്ടുകാലി വലയാകുന്ന ചിലന്തി വല എന്ന് പറയുന്ന ഈ വല വിരിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇവർ വീടുണ്ടാക്കുന്നത്, ഖുർആൻ ഇവിടെ പറഞ്ഞ ഉദാഹരണം എന്നത് എട്ടുകാലിയുടെ വീടാണല്ലോ. എന്താണ് ഈ വീടിന്റെ പ്രത്യേകത എന്ന് അറിയേണ്ടതുണ്ട്. എട്ടുകാലിയുടെ വീട് എന്നുള്ളത്, അല്ലെങ്കിൽ ചിലന്തി വല എന്നുള്ളത്, പശിമയുള്ള ഒരു നൂല് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ എട്ടുകാലി നൂലാകുന്ന ഈ ഒരു ദ്രവ്യം ഉണ്ടാക്കുന്നത്. ഒരു പശ ഉള്ള ഒട്ടിപ്പിടിക്കുന്ന ഒരു നൂല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്നതാണ്. ഇന്നും പല ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഏറ്റവും ശക്തിമത്തായ ലോഹം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു മെറ്റൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ മെറ്റൽ നമ്മൾ എട്ടുകാലിയുടെ നൂലുണ്ടല്ലോ, ആ നൂലിന്റെ അതേ വലുപ്പത്തിലേക്ക് നമ്മൾ ആക്കി മാറ്റുകയാണെങ്കിൽ എട്ടുകാലിയുടെ നൂല് അതിനേക്കാൾ 60 ഇരട്ടി ശക്തിയുള്ളതായിരിക്കും എന്നുള്ളതാണ്. എട്ടുകാലിയുടെ ആ നൂല് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒരു വിരലിന്റെ അത്ര വലുപ്പമാക്കുകയാണെങ്കിൽ പഠനങ്ങൾ പറയുന്നത് ഒരു ജംബോ വിമാനത്തെ ഉയർത്താൻ മാത്രം അതിന് ശക്തി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത്രത്തോളം ഇഴചേർന്നതാണ് അതിന്റെ ഉള്ളിലുള്ള ഓരോ മെറ്റീരിയലും ഉള്ളത്. അതിന്റെ ഡക്റ്റിലിറ്റിയും സ്ട്രെങ്ത്തും ഒക്കെ അത്രത്തോളം വിശാലമാണ് എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്. നോക്കണം, ഇത്രത്തോളം സ്ട്രെങ്ത് ഉള്ള ഒരു നൂല് കൊണ്ടാണ് എട്ടുകാലി വീടുണ്ടാക്കുന്നത്. എന്നാൽ ആ വീടിന്റെ പ്രത്യേകത എന്താണ്? പലപ്പോഴും പല പഠനങ്ങൾ പറയുന്നത് ബയോ സ്റ്റീൽ എന്നാണ് എട്ടുകാലിയുടെ നൂലിനെ പറയുന്നത്. പുതിയ സ്റ്റീലിനേക്കാൾ ബലമുള്ള, അതിനുള്ള പുതിയ ജനറ്റിക് എഞ്ചിനീയറിംഗ് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എട്ടുകാലിയുടെ നൂലുകൾ കൊണ്ട് അത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് കുറച്ചധികം ഉൽപ്പാദിക്കപ്പെടാൻ സാധിക്കുമെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബലവത്തായിട്ടുള്ള ഒരു നൂല് കൊണ്ട് ഉണ്ടാക്കുന്ന എട്ടുകാലിയുടെ വീട്, ആ വീടിന്റെ അവസ്ഥ എന്താണ്? ആലോചിച്ച് നോക്കൂ. നമ്മൾ പോലും പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഭാര്യമാര് പലപ്പോഴും പറയാറുണ്ടാവും, മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊക്കെ
പിന്നെ മാറാതെ തട്ടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഇത്തരം ചിലന്തി വലകളൊക്കെ തട്ടിക്കളയുന്ന ആളുകളാണ്. ഭാര്യമാര് ഭർത്താക്കന്മാരോട് ചുരുങ്ങിയത് മാസത്തിൽ ഒരിക്കൽ പറയുന്നതാണ്, ആ മാറാല ഒന്ന് ആ മാറാത്തോട്ടി എടുത്തൊന്ന് തട്ടി, എനിക്ക് കഴുകി ഞാൻ തന്നെ തട്ടുവരുന്നു, നിങ്ങൾ എത്താത്തതുകൊണ്ടാണ് നിങ്ങൾ തട്ടിയെന്ന് പറയുന്ന അവസ്ഥ പലപ്പോഴും കേൾക്കാറുണ്ട്. അത്തരത്തിൽ നിസ്സാരമായി നമ്മൾ തട്ടിക്കളയുന്ന ആ നൂലിന്റെ വലിപ്പവും അതിന്റെ സ്ട്രെങ്ത്തുമാണ് ഇപ്പൊ പറഞ്ഞത്. ഈ വീട് ഖുർആനോട് ഉപയോഗിച്ചിട്ടുള്ളത് വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് എന്നുള്ളതാണ്. ആലോചിച്ചോട്ടെ, എന്താണ് ഒരു വീടിന്റെ പ്രത്യേകത? ഒരു വീടിന് ഏറ്റവും ആത്യന്തികമായി ഉണ്ടാവേണ്ട പ്രത്യേകത എന്നുള്ളത് മസ്കന എന്നാണ് അറബിയിൽ വീടിന് പറയാം. സക്കീനത്ത് എന്ന വാക്കിൽ നിന്നാണ് മസ്കന വന്നിട്ടുള്ളത്. അത് നമുക്ക് ശാന്തി നൽകുന്ന, സമാധാനം നൽകുന്ന, നമുക്ക് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒന്നായിരിക്കണം നമ്മുടെ വീട്. എന്നാൽ എട്ടുകാലിയുടെ വീട് അങ്ങനെയാണോ? നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു ജോലിയിൽ ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊരു ആശ്വാസമാണ്, ഒന്ന് വീട് എത്തിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട്. ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മക്കളടക്കം പറയാറുണ്ട്, ഒന്ന് വീട്ടിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട്. വീട് എന്നാൽ അത്തരത്തിൽ നമുക്കൊക്കെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു ഇടമായിരിക്കണം. വീട്ടിൽ പലപ്പോഴും എന്തെങ്കിലും ചെറിയൊരു, നമ്മുടെ വീടിന് വേണ്ടി എത്ര ലക്ഷങ്ങൾ നമ്മളൊക്കെ ചെലവഴിച്ചിട്ടുണ്ടാവാം, ഇപ്പോഴും ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിന്റെ അറ്റകുറ്റപ്പണികൾക്കും. ഒരു ചെറിയ ചോർച്ച ഉണ്ടെങ്കിൽ പോലും നമ്മളതിനെ ഏറ്റവും കുറ്റമറ്റ രൂപത്തിലേക്ക് ആക്കി ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയി നമ്മുടെ വീടിനെ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നമ്മുടെ വീടിനെ, ഇത്തരം വീടുകളെ പറ്റി ഖുർആൻ പറയുന്നത് ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അറബിയിൽ ഒരു പ്രയോഗം തന്നെ ഉണ്ട്, കമിത്ലി ബൈത്തുൽ അങ്കബൂത്ത്. എട്ടുകാലിയുടെ വീടിനെ പോലെ ദുർബലം എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ അറബിയിൽ കാണാൻ സാധിക്കും. ദുർബലമായ വൈഫായ ഹദീസുകൾ കൊണ്ടുവന്നാൽ പറയുന്നത് കമിത്ലി ബൈത്തുൽ അങ്കബൂത്ത്, ഇത് എട്ടുകാലിന്റെ വീടിനേക്കാൾ ദുർബലമാണല്ലോ ഈ ഹദീസ്, അല്ലെങ്കിൽ അത്ര ന്യായീകരണങ്ങൾ പറയുന്ന ഒരു പ്രയോഗമാണ് ആ രൂപത്തിൽ. അത്ര ദുർബലമാണ് എന്ന് എല്ലാവരും കാലങ്ങളായി പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് എട്ടുകാലിന്റെ ഒരു വീട്, ഒരു നല്ലൊരു ശക്തമായ കാറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു മഴ വന്നു കഴിഞ്ഞാൽ ആ വീട് തകരം തരിപ്പണമാവും അല്ലെ. അത്തരത്തിലുള്ള സ്ട്രെങ്ത് ഒന്നും ആ വീടിനില്ല. അതിന്റെ മെറ്റീരിയൽ ഈ പറഞ്ഞ പോലെ എത്രയധികം സ്ട്രെങ്ത് ഉള്ളതാണെങ്കിലും ആ വീട് നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കയ്യൊന്നും തട്ടിക്കഴിഞ്ഞാൽ ആ വീട് പുഴങ്ങി വീഴും. അത് യാതൊരു അതിനെ ഭേദിക്കാനുള്ള ശക്തിയൊന്നും ആ വീടിനില്ല നമുക്ക് കാണാൻ സാധിക്കും. മറ്റേത് ജന്തുജാലങ്ങൾ നോക്കുകയാണെങ്കിലും, ഉറുമ്പാവട്ടെ, തേനീച്ചയാവട്ടെ, മറ്റു ജന്തുക്കളാവട്ടെ, അവയെല്ലാം അവയുടെ വീടിന്റെ സുരക്ഷിതമായ സ്ഥലത്താണ് ഉണ്ടാക്കുക. ഉറുമ്പ് നമുക്കറിയാം ഒരു മാളങ്ങളിലോ പൊത്തിലോ പോയി വീടുണ്ടാക്കും. തേനീച്ചയാവട്ടെ മനുഷ്യർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്ഥലത്ത് കുറച്ച് ഉയർന്ന പല മരങ്ങളിലുമൊക്കെ അതിന് കൂടുണ്ടാക്കും. ഇങ്ങനെ ഏത് ജന്തു ആയിക്കോട്ടെ അതിന്റെ വീടിനെ സുരക്ഷിതമാക്കാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ എട്ടുകാലിയോ നോക്കൂ, ഏത് സ്ഥലത്തും കാണാൻ കഴിയും. ഏതൊക്കെ മൂലകളുണ്ടോ, വാതിലിന്റെ അടുക്കുകളുണ്ടോ, അവിടെയൊക്കെ അതിന്റെ വീട് കാണാൻ കഴിയും. അതൊക്കെ പലപ്പോഴും ഒരു രാത്രി മാത്രം ആയുസുള്ള രൂപത്തിലാണ് അതിന്റെ വീട് മാറാറുള്ളത്. ഇനി മറ്റൊരു മാറ്റി നിർത്താം നമുക്ക്. പുറത്തെ കാലാവസ്ഥ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, പുറത്തൊരു മഴയാണെങ്കിൽ ആ മഴയിൽ നിന്ന് ആശ്വാസമായിക്കൊണ്ട് വീട്ടിലേക്ക് വരും. പുറത്ത് ചൂടാണെങ്കിൽ ആ ചൂടിന്റെ ആശ്വാസം, തണുപ്പ് കിട്ടാൻ വേണ്ടി വീട്ടിലേക്ക് വരും. ഇങ്ങനെയാണ് നമ്മൾ വീടിനെ കാണാറുള്ളത്. എന്നാൽ എട്ടുകാലിൽ വീട് ആലോചിച്ച് നോക്കുമ്പോൾ പുറത്ത് എന്താണോ കാലാവസ്ഥ അത് തന്നെയാണ് അതിന്റെ അകത്തും. ആ ഒരു വലയിൽ അത് യാതൊരു സംരക്ഷണം ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ദുർബലമായ വീടാണ് ശരിക്കും എട്ടുകാലിയുടേത്. ഇനി വേറെ ആലോചിച്ച് നോക്കാം, പുറത്തുള്ള കാലാവസ്ഥയും അകത്തുള്ള നമ്മൾ വ്യത്യസ്തമായി മാറ്റി നിർത്താം. ഇനി ഇതിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്? എട്ടുകാലി എന്ന ഒരു ജീവി, അതിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. എട്ടുകാലിയുടെ കുറച്ച് വിശാലമായ സ്പീഷീസ് അതിലുണ്ട്. അതിൽ ഒരുപാടധികം സ്പീഷീസ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ അവര് പെണ്ണിനാണ് കൂടുതൽ ശക്തി ഉണ്ടാവുക. ആണിനേക്കാൾ പെണ്ണിന് ശക്തി കൂടുതലുള്ള സ്പീഷീസ് ആയിരിക്കും എട്ടുകാലികൾ. അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് ആണിനെ കൊല്ലും എന്നുള്ളതാണ്. എന്നിട്ട് ഇതിന് ബ്ലാക്ക് വിഡോ അല്ലെങ്കിൽ കറുത്ത വിധവ എന്നറിയപ്പെടുന്ന ഒരു പേര് വരെ അതിനുണ്ട്. ഈ പെണ്ണ് അതിന് ആണിനെ കൊല്ലും. ഇനി 100 മുതൽ 2000 വരെ മുട്ടകളാണ് എട്ടുകാലി ഇടുക. ഈ ഒരു ചെറിയ വലയിൽ എങ്ങനെയാണ് 2000 മുട്ടകളൊക്കെ ഉണ്ടാവുക? പല സമയങ്ങളിലായിക്കൊണ്ട് ഈ 2000 മുട്ടകൾക്ക് പോലും സ്പേസ് പോലും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളിൽ തന്നെ പലപ്പോഴും പല കലഹങ്ങളും അതിന് വേണ്ട ഭക്ഷണത്തിന് ആവശ്യമായ ഫൈറ്റുകളും ഇന്ത്യകളിലായിട്ട് നടക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ചില എട്ടുകാലിയുടെ വർഗ്ഗങ്ങൾ അവർക്ക് സെക്ഷൽ കാനിബാലിസം എന്നൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഇണ ചേർന്നതിന് ശേഷം അവരെ പെൺവർഗം ആൺവർഗത്തെ ഭക്ഷിക്കും. അതുപോലെ തന്നെ അമ്മ മക്കളെ ഭക്ഷിക്കും, മക്കൾ പരസ്പരം ഭക്ഷിക്കും. നിങ്ങൾ ആലോചിക്കണം, ഒരു ജീവിക്കുള്ള പ്രത്യേകതകളാണ്. ഒരിക്കലും ഒരു സാമൂഹ്യ ജീവിയായി അല്ല എട്ടുകാലിയായിട്ടുള്ളത്. മറ്റേത് ജീവികൾക്കും ഒരു സാമൂഹ്യവും പാരസ്പര്യ ബന്ധവും ഉണ്ട്. എന്നാൽ എട്ടുകാലിക്ക് അതുപോലും ഇല്ല എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എട്ടുകാലിയുടെ ശാസ്ത്രീയമായ സവിശേഷതകളല്ല നമ്മുടെ വിഷയം. എട്ടുകാലിയെ പോലൊരു ജീവിയെ എന്തുകൊണ്ടായിരിക്കാം ഖുർആൻ അതിന്റെ വീടിനെ ഏറ്റവും ദുർബലം എന്ന് പറഞ്ഞത്? ഇത്രയധികം വലിയ പ്രത്യേകതകളുള്ള അതിന്റെ നൂലിന്, ആ പശ്ചിമയുള്ള നൂലിന് പോലും വളരെ ഏറ്റവും സുരക്ഷിതമായ ഒരു വീടുണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ വീടിന്റെ പ്രത്യേകതകൾ ഈ പറഞ്ഞ പോലെ അതിന്റെ നിർമ്മാണവും ദുർബലമാണ്, അതിന്റെ അകവും പുറവും അതിലുള്ള ജീവിതവും അടക്കം ദുസ്സഹമായിട്ടൊരു രൂപത്തിലാണെങ്കിൽ ആ ഉപമയെ ഖുർആൻ പറഞ്ഞ എന്തിനോടാണ്? ശിർക്ക് ചെയ്യുന്ന ആളുകളോടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന് പുറമെ
ഔലിയാക്കളെ വിളിക്കുന്ന, രക്ഷ തേടുന്ന രക്ഷാധികാരികളെ അള്ളാഹുവിന് പുറമെ സ്വീകരിക്കുന്ന ആളുകളോടാണ് അള്ളാഹു ഈ രൂപത്തിൽ എട്ടുകാലിയുടെ വീടുമായി ഉപമ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം, എത്രത്തോളം ദുർബലമാണ് അത്തരത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ അള്ളാഹുവിന് പുറമെ ആളുകൾ വിളിക്കുന്ന. നിങ്ങൾ ആലോചിക്കുക, എട്ടുകാലിയുടെ വീട് എന്നത് അതൊരു വീടല്ല യഥാർത്ഥത്തിൽ, അതിന് ഇര പിടിക്കാനുള്ള ഒരു കെണിയാണ്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളും. അവർ പലപ്പോഴും അള്ളാഹുവിന് പുറമെ വിളിക്കുന്ന ആളുകൾ അവർക്ക് വലിയ സഹായം നൽകുമെന്നും അവർക്ക് എല്ലാ സുരക്ഷിതവും സംരക്ഷണവും നൽകുമെന്നുള്ള പ്രതീക്ഷയിലും ആ പ്രാർത്ഥനയിലുമാണ് വിളിക്കുന്നത്. പക്ഷേ അതൊരു കെണിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അവരെ നരകത്തിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നുള്ള തിരിച്ചറിവ് അവർക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന് പുറമെ വിളിക്കുന്ന അത്തരത്തിലുള്ള അമ്പിയാക്കളാവട്ടെ, ഔലിയാക്കളാവട്ടെ, സ്വാലിഹ്യങ്ങളായ ആളുകളാവട്ടെ, ഇവരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഇടയാളന്മാരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ ഇത് പ്രവാചകൻ സല്ലല്ലാഹു കാലത്തുമുണ്ട്. ഇന്നും അത് പല രൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പുതിയ ജാറം ഉണ്ടായി വരുന്നതിന്റെ ഒരു ദൃശ്യങ്ങൾ. ഒരു ദിവസം അതിൽ പിന്നെ വലിയ ഉയർന്നുണ്ടായിരുന്നില്ല മക്കബറയ്ക്ക്, പിന്നെ അതിൽ ഉയരം അങ്ങനെ കൂടി വരികയാണ്. അവിടെ വലിയ പിന്നെ പ്രാർത്ഥനകളും മജ്‌ലിസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജാറം എങ്ങനെ ഉണ്ടായി വരുന്നത് നമ്മൾ കണ്ടു. ഈ രൂപത്തിൽ പല രൂപത്തിൽ ഈ രൂപത്തിലുള്ള വ്യവസായങ്ങളെ, കച്ചവടങ്ങളെ ഈ ശിർക്കിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതോട് പൗരോഹിത്യം ചെയ്യുന്ന വലിയ അതിക്രമം കാണാൻ സാധിക്കും. ഇത്തരത്തിൽ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ഔലിയാക്കളാവട്ടെ, അമ്പിയാക്കളാവട്ടെ, സ്വാലിഹീങ്ങളായ ആളുകളാവട്ടെ, അവരൊക്കെ ചെയ്തിട്ടുള്ള എത്ര സൽക്കർമ്മങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹി മുഗാഫിലൂൻ. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റു ഇലാഹുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനായിക്കൊണ്ട് ആരാണുള്ളത്? അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്. ഖിയാമത്ത് നാൾ വരെ അവർക്ക് യാതൊരു ഉപകാരവും അവർ ചെയ്യുന്നില്ല എന്ന് ഇവർക്ക് ഉറപ്പാണ്. എന്നിട്ട് പോലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെക്കാൾ വഴിപിഴച്ച ളലാലത്തിൽ അകപ്പെട്ട ആളുകൾ വേറെ ആരാണുള്ളത്? ഇവർ പ്രാർത്ഥിക്കുന്ന കാര്യത്തെ തൊട്ട് അവർ അശ്രദ്ധരാണ് എന്നാണ് പറയുന്നത്. ഇതുപോലും അറിയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തുന്ന വലിയ ഒരു കൂട്ടം ആളുകളും കാണാൻ സാധിക്കും. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതും ഇത് കേവലം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഇത് എട്ടുകാലി ഉണ്ടാക്കുന്ന കൂടിനെ പോലെയാണെന്നാണ് ഖുർആന്റെ ഉപമ എന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന, വിഡ്ഢിത്തം കാണിക്കുന്ന മൗഢ്യമായ പല സമ്പ്രദായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ദുർബലമായ, എട്ടുകാലിയുടെ വീട് ഇവിടെ ദുർബലമാണെന്ന് പറഞ്ഞ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇത്തരത്തിൽ ശിർക്കിലേക്ക് പോകുന്ന, അള്ളാഹു അല്ലാത്ത മറ്റ് ഇലാഹുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ പലപ്പോഴും ദുർബലരാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തോ ചെറിയ ചില പ്രയാസങ്ങൾ അതവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും മക്കളില്ല എന്നുള്ള പ്രയാസമായിരിക്കാം, തന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നുള്ള വിമിഷ്ടമായിരിക്കാം, ഉള്ളിൽ അത് ടെൻഷനായി മാറുന്നതായിരിക്കാം. ഇങ്ങനെ എന്തെല്ലാമോ ചെറിയ ടെൻഷൻ അവർക്ക് മനസ്സിലുണ്ടാകുമ്പോൾ അവർ ദുർബലരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ അവർ ദുർബലരായി മാറുമ്പോൾ അവരുടെ ദൗർബല്യത്തെ മുതലെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യം വളർന്നുകൊണ്ടേയിരിക്കുന്നത്. ദുർബലരായ ആളുകളെ തങ്ങളുടെ അടുക്കലേക്ക് ക്ഷണിച്ചുകൊണ്ട് ശിർക്കിലേക്കും കുഫറിലേക്കും ഒക്കെ എത്തിക്കുന്ന രൂപത്തിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം, അള്ളാഹുവിന്റെ സൃഷ്ടികളെ തന്നെ അള്ളാഹുവിന് പങ്കുകാരാക്കുക എന്നത്, അവരോട് പ്രാർത്ഥിക്കുക എന്നത്, അവരെ ഇടയാളന്മാരാക്കുക എന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ നമ്മൾ ഉണർത്തിയ വിഷയമാണ്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ. സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറഞ്ഞൊരു വചനാണ്. സൂറത്തുൽ അംബിയായിൽ ഒരുപാട് പ്രവാചകന്മാരെ പറ്റി ഇങ്ങനെ പറഞ്ഞ ചരിത്രത്തിന് ശേഷം അള്ളാഹു പറയാണ്, ഈ അംബിയാക്കന്മാരെല്ലാം, ഈ പ്രവാചകന്മാരെല്ലാം അവർ ചെയ്യുന്നത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഇവരെല്ലാം നന്മകളിൽ മത്സരിക്കുന്ന ആളുകളായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ നന്മകളിൽ മത്സരിക്കുന്ന, മുൻകടക്കുന്ന ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അവർ അള്ളാഹുവിനെയാണ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. റഗബൻ വറഹബൻ, അവർ ആശിച്ചും പേടിച്ചും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച ആളുകളായിരുന്നു. അവർ ഭക്തിയുള്ള ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതോ ഇത്തരത്തിൽ സ്വാലിഹ്യങ്ങളായ ആരെങ്കിലും ഉണ്ടോ അവരുടെ മക്കബറുകൾ വലുതാക്കിക്കൊണ്ട്, അവരോട് ഇടയാളന്മാരായി പ്രാർത്ഥിച്ചുകൊണ്ട്, അവരോട് അള്ളാഹുവിനോട് എത്തിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇവരോട് പ്രാർത്ഥിക്കുവാൻ പാടില്ലെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പക്ഷേ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ ശിർക്കിന്റെ എന്തെങ്കിലും ചെറിയ അംശം കടന്നു വരുന്നുണ്ടോ എന്നത് ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അത്തരം ആളുകൾക്കുള്ള ശിക്ഷ വളരെ ഗൗരവമേറിയതാണ്. പല പാട്ടുകളിലൂടെ, ബൈത്തുകളിലൂടെ, ഹദ്ദാദുകളിലൂടെ, റാത്തീബുകളിലൂടെ, അല്ലെങ്കിൽ പല സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറയുന്ന കള്ളക്കറാമത്തുകളിലൂടെയൊക്കെ ഇത്തരം ആളുകൾ പല മായാവി കഥകളും പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പല സ്വലാത്ത് മജ്ലിസുകളിലൂടെയൊക്കെ നമ്മുടെ അടുത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്.
പല ദർഗകളും ഇന്ന് വികസിച്ചു വരുന്നതും അത്തരം ചില കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിൽ ഏലസാവട്ടെ, ഉറുക്കാവട്ടെ, ഐക്കല്ലാവട്ടെ, നൂലാവട്ടെ, കെട്ടുകളാവട്ടെ, എന്ത് തന്നെയാവട്ടെ, അള്ളാഹുവിന് പുറമെ മറ്റാർക്കെങ്കിലും നമ്മളെ അള്ളാഹുവിന് ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ പാപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിർക്ക് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഏതെല്ലാം ഇനങ്ങളുണ്ടോ അതെല്ലാം അതിന്റെ മുളയിലെ നുള്ളി കളഞ്ഞുകൊണ്ട് നമുക്കത് പ്രതിരോധിക്കാൻ സാധിക്കേണ്ടതുണ്ട്. തൗഹീദാകുന്ന ഒരു വലിയ കോട്ട തന്നെ നമുക്ക് ശിർക്കിനെതിരെ പണിയാൻ നമുക്ക് സാധിക്കണം. കാരണം ആ തൗഹീദിൽ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനേക്കാൾ വഴി പിഴച്ചവൻ ആരാണെന്നാണ് ഖുർആൻ ചോദിച്ചിട്ടുള്ളത്. അവൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അവനേക്കാൾ വഴി പിഴച്ച മറ്റാരാണുള്ളത്? അത്രയധികം ദുലാലത്തിലേക്ക് എത്തിപ്പെട്ട ആളുകൾ. അള്ളാഹു ശിർക്കിനെ പറ്റി പറയുന്നത് ഒരിക്കലും പൊറുക്കാത്ത പാപം എന്നാണ്. സഹോൽ മുബിഖാത്തിൽ വൻപാപങ്ങളിൽ പെട്ട ഒന്നാണ് ശിർക്ക്. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് അത്രത്തോളം ഗുരുതരമായ വിഷയമായിക്കൊണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നരകം അത്തരം ആളുകൾക്ക് ഉറപ്പാണ് എന്നും ഇവിടെ സൂചിപ്പിച്ചപ്പെട്ടതുപോലെ തന്നെ എട്ടുകാരിയുടെ ആ വലയേക്കാൾ ദുർബലമായ അത്തരത്തിൽ ഏറ്റവും ദുർബലമായ വീടുകളെ അത് വലിയ സംഭവമായി കൊണ്ട് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അത്തരം വിഡ്ഢികളിൽ അവർ ഉൾപ്പെടുമെന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ നമ്മുടെ തൗഹീദിൽ എന്തെങ്കിലും നിലയ്ക്കുള്ള കോട്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഗൗരവമായി കാണാനും അതൊരു നിലയ്ക്കും നമുക്ക് അനുവദിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, ശിർക്ക് എന്നത് ഏറ്റവും ഗുരുതരമായ പാപമാണ് എന്ന് അറിയുന്നവരാണ് നാം ഏവരും. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിലേക്കും ഏതെങ്കിലും നിലയ്ക്ക് ഈ ശിർക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടു കൂടി നാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പലപ്പോഴും പൗരോഹിത്യം ഇന്ന് പറഞ്ഞു വരുന്നത് നാം ഏവരെയും ഏതെങ്കിലും നിലയ്ക്ക് നമ്മളെ ശിർക്കിലേക്കും ഇത്തരം കുഫ്റിലേക്കും ഒക്കെ എത്തിക്കാനുള്ള നമ്മുടെ പണവും നമ്മുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് അവരിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കും. അത്തരം ഒരു അടവുകളിലും നമ്മൾ പെട്ടുപോകുന്നില്ല എന്നുള്ള ഒരു വലിയ ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മാതൃക എന്നത് പ്രവാചകന്മാരും സ്വാലിഹീങ്ങളുമാണ്. ആ സ്വാലിഹീങ്ങളോട് തന്നെ പ്രാർത്ഥിക്കുക എന്നത് എത്രത്തോളം മൗഢ്യമാണ്. ആ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. ഒരൊറ്റ ചരിത്രം മാത്രം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ്. നമുക്കറിയാം, പ്രവാചകന്മാരിൽ ഏറ്റവും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ജീവിതം എന്തുകൊണ്ടും ഏത് നിലയ്ക്ക് നമുക്ക് വലിയ ഉദാത്തമായ മാതൃകയാണ്. തന്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചൊരു വ്യക്തിയായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാം. സമ്പത്താവട്ടെ, കൃഷിയാവട്ടെ, സ്ഥലമാവട്ടെ, സ്ഥാനമാനങ്ങളാവട്ടെ എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ സ്ഥാനമാനങ്ങൾക്കൊക്കെ ഈ പദവികൾക്കൊക്കെ ഒപ്പം അദ്ദേഹത്തിന് ഒരു രോഗം ഉണ്ടാവുകയാണ്. ആ രോഗം അത് മൂർച്ഛിച്ചു, വ്രണങ്ങൾ പൊട്ടിയൊലിച്ചു. ആ രോഗം നീണ്ട 18 വർഷം നീണ്ടു നിൽക്കുകയാണ്. ഈ 18 വർഷം ആ രോഗം തന്നെ കൂടുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും ഒക്കെ അതെല്ലാം ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ കൂടെ തന്നെ നോക്കാൻ പരിചാരകരോ മക്കളോ പോലും ഇല്ലാത്ത അവസ്ഥ, നാട്ടുകാരും തന്നോട് അടുക്കാത്തൊരവസ്ഥ, തന്റെ ഭാര്യ മാത്രം തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. ഇത്രയധികം പ്രയാസം അനുഭവിച്ചിട്ട് പോലും ആലോചിക്കണം, ഒരു രോഗം നമുക്കൊക്കെ ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ പോലും എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ നീണ്ട 18 വർഷം മാറാത്തൊരു രോഗം വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്റെ പ്രതീക്ഷയെ ഒരു നിമിഷം പോലും കൈവിടാതെ അള്ളാഹുലേക്ക് മാത്രം കരങ്ങൾ ഉയർത്തി, എന്നാലും റബ്ബേ എനിക്കിത് തന്നല്ലോ എന്ന ഒരു ചിന്ത പോലും അദ്ദേഹത്തിന് ഉണ്ടാവാതെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്ന ആ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം നമുക്ക് മാതൃകയാണ്. തൗഹീദിൽ എന്ത് തന്നെ പരീക്ഷണം നമുക്കുണ്ടെങ്കിലും, എത്ര തന്നെ വലിയ ടെൻഷൻ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും, എത്ര തന്നെ പ്രയാസങ്ങളും സാമ്പത്തികമാവട്ടെ ശാരീരികമാവട്ടെ എത്ര തന്നെ പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് മാത്രമാണ് ആ കൈകൾ ഉയരേണ്ടത് എന്ന ചിന്ത നമുക്ക് ഏവർക്കും ഉണ്ടാവണം. അത്തരത്തിൽ നമ്മുടെ മാതൃകകൾ സ്വഹാബിമാരെയും പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് നഷ്ടം സംഭവിച്ചു പോകുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള പ്രാർത്ഥന എന്നത്. മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയവും സാഹചര്യവും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിത തിരക്കുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒന്നാണ് ആത്മാർത്ഥമായി മറ്റൊരാളോടും പറയാത്ത ചില വർത്തമാനങ്ങൾ. അത് അള്ളാഹുവിനോട് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ആരോടും ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഷെയർ ചെയ്യേണ്ടത്, പങ്കുവെക്കേണ്ടത് അത് അള്ളാഹുവിനോടാണ് എന്ന ചിന്ത നമുക്ക് പലപ്പോഴും അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിന് ശേഷം കുറഞ്ഞൊരു സമയം ഒന്ന് പ്രാർത്ഥിച്ചു എന്നതിനപ്പുറം നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുന്നില്ല എങ്കിൽ നാം ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ചില സമയം നിർബന്ധമായി നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് അത് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുവാനും അവരോട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഏറ്റവും മനോഹരമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്, വരുന്ന മുഹറം 9, 10 തീയതികളിൽ നമുക്ക് സുന്നത്താക്കപ്പെട്ട പ്രബലമായ നോമ്പുകൾ നമുക്ക് വരുന്നുണ്ട്. ആശൂറ, തസ്വാ എന്നുള്ള 2 നോമ്പുകൾ. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയെ രക്ഷപ്പെടുത്തിയ, അള്ളാഹു രക്ഷ നൽകിയ ആ
സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ആ നോമ്പ് നോൽക്കുന്നത്. മൂസ അലൈഹി സ്വലാം ആ നോമ്പ് നോറ്റിരുന്നു. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് നോറ്റിരുന്നു. ഹിജ്റ 1-ാം വർഷം അത് നിർബന്ധമാക്കപ്പെട്ട നോമ്പായിരുന്നു. ശേഷം ഹിജ്റ 2-ാം വർഷം റമദാനിലെ നോമ്പ് വന്നപ്പോഴാണ് ആ നോമ്പ് അത് സുന്നത്ത് നോമ്പാക്കി മാറ്റപ്പെട്ടത്. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ ഇത്തരം സുന്നത്തുകൾ കൂടി നമ്മൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുക. എത്രത്തോളം വെച്ചാൽ ഹിജ്റയ്ക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ യഹൂദന്മാർ അവർ കൂടി ഈ നോമ്പ് നോൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ നോമ്പ് നോൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മൂസ നബിയോടുള്ള ബന്ധം കൊണ്ടാണ് അവർ ഈ നോമ്പ് നോൽക്കുന്നത് എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞ മറുപടി, നഹ്നു അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസ നബിയോട് കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നോമ്പ് എല്ലാവരും നോൽക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ പല ഭാഗങ്ങളിലേക്കാക്കി സ്വഹാബിമാരെ അയച്ച് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ചെറിയ കുട്ടികളെ പോലും നോമ്പ് നോൽപ്പിച്ചിരുന്നത് ഈ നോമ്പിലൂടെയായിരുന്നു. സുന്നത്ത് നോമ്പുകൾ കുട്ടികൾ പഠിപ്പിച്ച് അങ്ങനെ ഫർദിലേക്ക് എത്തിക്കുക എന്നൊരു സമ്പ്രദായം സ്വഹാബിമാരൊക്കെ ചെയ്തിരുന്നത് ഈ നോമ്പിലൂടെയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എത്രത്തോളം ചില കുട്ടികൾ നോമ്പ് മുറിക്കാതിരിക്കാൻ കുട്ടികളോട് പലപ്പോഴും പല വിഷയങ്ങളും പറഞ്ഞ് അവരുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് വരെ സ്വഹാബിമാർ അത്തരം ചില കാര്യങ്ങൾ ചെയ്തത് വരെ ഈ നോമ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്ന ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ നോമ്പ് ഒഴിവാക്കുകയില്ല എന്ന് ഉറപ്പിക്കുക. ഇതിനെ പുണ്യം നമുക്കറിയാം, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാവും എന്നുള്ളതാണ്. അതുകൊണ്ട് മുഹറം 10-നുള്ള നോമ്പ് വളരെ പ്രബലമാണ്. ആശുറ എന്ന നോമ്പ് നാം ഏവരും ഇപ്പോൾ തന്നെ അതിന്റെ ഡേറ്റും കാര്യങ്ങളും നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് അത്താഴം കഴിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അവസാനമായി പറഞ്ഞ താസുവ എന്ന മുഹറം 9-ലെ നോമ്പും. അതുകൊണ്ട് ആ 2 നോമ്പും ഒരുമിച്ച് നോൽക്കുവാൻ, മുഹറം 9-നും 10-നും നോമ്പ് നോൽക്കുവാൻ നാം തയ്യാറാവുക, അതിനുള്ള പ്ലാനുകളും ഉണ്ടാക്കുക എന്ന സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഫർദുകൾ ഒരിക്കലും ഒഴിവാക്കാത്ത രൂപത്തിലുള്ള ജീവിതമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ശിർക്ക് ഏതെല്ലാം നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട്, അത് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട്, അത്തരത്തിൽ നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ നമ്മുടെ സംസാരത്തിലാവട്ടെ, നമ്മുടെ സത്യം ചെയ്തകളിലാവട്ടെ ഏതെല്ലാം നിലയ്ക്ക് ശിർക്കുകൾ കടന്നു വരുന്നുണ്ടോ അതിനെല്ലാം ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് ഒരു നിലയ്ക്കും പോകുകയില്ല എന്നുള്ള തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ദുർബലമായ, എട്ടുകാലിയുടെ വീടിനെ പോലെ ദുർബലമായ വിശ്വാസം പേര് നടക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ ചെറുതു വലുതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم زرنا من النار. اللهم زرنا من النار. اللهم زرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.